ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം EVs വിറ്റിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികളെ പറ്റിയാണ്. ആൻഡ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും EVs എങ്ങനെയൊക്കെയാണ് കമ്പനികൾ വെക്കുന്നത് എന്നുള്ളത്. എനിവേ നമ്മൾ ടോപ്പ് 10 നോക്കുന്നതുകൊണ്ട് തന്നെ 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ കിയ ആണ്. കിയയ്ക്ക് പിന്നെ ഇന്ത്യയിൽ ആകെ ഒറ്റ വാഹനം മാത്രമേ വരുന്നുള്ളൂ, EV6 ആണ്. അതിൻ്റെ പ്രൈസും 60 to 66 ലാക്സിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്നതല്ല എക്സ്ഷോറൂം പ്രൈസ് ആണ് കേട്ടോ. പിന്നെ ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ജസ്റ്റ് 20 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് ലഭിച്ചത്. നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2024 മാർച്ചിൽ 33 വാഹനങ്ങളുടെ സെയിൽസും EV6ന് ലഭിച്ചായിരുന്നു. അതായത് 13 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 39.39% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് EV6 എന്ന് പറയേണ്ടി വരും. അതിപ്പോൾ കിയയുടെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഈ വണ്ടി ഇവിടെ CBU ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. സോ അവർക്ക് അങ്ങനെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഈ വണ്ടി വിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഹ്യുണ്ടായി ഐനിക് 5 ഇവിടെ ആക്ച്വലി CKD ആയിട്ടാണ് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് അതിന് വില കുറവാണ്. ഇനി അത് പോട്ടെ, ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ വോൾവോ ആണ്. വോൾവോയ്ക്ക് ഇന്ത്യയിൽ അത്യാവശ്യം വണ്ടികളുണ്ട്. XC40 റീചാർജ് ഉണ്ട്, അതുപോലെ വോൾവോ C40 റീചാർജ് വരുന്നുണ്ട്. ഇതാണ് അവരുടെ ഇലക്ട്രിക് വണ്ടികൾ. മാത്രമല്ല മറ്റുള്ള പ്രീമിയം കമ്പനികളൊക്കെ ഈ 1 crore അതുപോലെ 80 lakhs 1.5 crore ആ ഒരു റേഞ്ചിലൊക്കെ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കുന്ന സ്ഥാനത്ത് വോൾവോ ഒരു 58-63 ലാക്സിൻ്റെ ഇടയിലാണ് അവരുടെ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കുന്നത്. നല്ലൊരു പ്രൈസ് പോയിന്റ് ആണ്. ഈ രണ്ട് വണ്ടികൾക്കും കൂടെ കഴിഞ്ഞ മാസം ജസ്റ്റ് 38 വാഹനങ്ങളുടെ സെയിൽ മാത്രമാണ് ലഭിച്ചത്. മാർച്ച് മാസത്തിൽ 44 വാഹനങ്ങളുടെ സെയിലും ലഭിച്ചായിരുന്നു. അതായത് 6 വാഹനങ്ങളുടെ വ്യത്യാസം 13.64% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം ചെറിയ വോളിയം സെയിൽസ് ആണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഡീഗ്രോത്ത് പെർസെൻറ്റേജിൽ അത്യാവശ്യം വ്യത്യാസം കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും വ്യത്യാസം വരില്ലായിരുന്നു. എനിവേ നമുക്കിപ്പോൾ ടോട്ടൽ 3 വാഹനങ്ങൾക്ക് മാത്രമേ ആകപ്പാടെ ഗ്രോത്ത് ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഡീഗ്രോത്ത് ആണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് പോയാൽ മതി നിങ്ങൾ. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ BMW ആണ്. BMWയിൽ ഇന്ത്യയിൽ 4 ഇലക്ട്രിക് വാഹനങ്ങളാണ് വരുന്നത്. അതിൽ ഏറ്റവും അഫോർഡബിൾ നമ്മുടെ iX1 അതുപോലെ i4 ഒക്കെയാണ്. പിന്നെ iXും അതുപോലെ iX7 ഒക്കെ വരുന്നുണ്ട്. 67 to 2.5 CR ഇടയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നത് ഇലക്ട്രിക് വണ്ടികളുടെ. BMW കഴിഞ്ഞ മാസം ഈ 4 വണ്ടികൾ ടോട്ടൽ 54 വാഹനങ്ങളാണ് വിറ്റത്. മാർച്ച് മാസത്തിൽ 71 വാഹനങ്ങളും വിറ്റിട്ടുണ്ടായിരുന്നു. അതായത് 17 വാഹനങ്ങളുടെ വ്യത്യാസവും 23.94% ഡീഗ്രോത്ത് റേറ്റുമാണ് BMW വാഹനങ്ങളുടെ ഇലക്ട്രിക് ഡിവിഷനിൽ വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സെയിൽസ് ആണ്. ഇവരുടെ വണ്ടികളൊക്കെ ഇവിടെ അങ്ങനെ ലോക്കലി അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു റേഞ്ചിലും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി ആണ്. ഈ കിയ വളരെ സെയിൽസിൻ്റെ കാര്യത്തിൽ താഴെയായിരുന്നെങ്കിൽ ഹ്യുണ്ടായി കുറച്ചുകൂടെ മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 85 വാഹനങ്ങളുടെ സെയിൽസ് ഹ്യുണ്ടായിക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുണ്ട്. ഇവർക്കും 2 വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ. അതിലൊന്ന് ഐനിക് 5 ആണ്, പിന്നെ ഒന്ന് കോനയാണ്. ഈ കോനയ്ക്ക് ഇവിടെ ഇപ്പോൾ അധികം സെയിലൊന്നുമില്ല. 2019 ഇറങ്ങിയിട്ട് അതുപോലെ തന്നെയാണ് വണ്ടി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതധികം ആരും വാങ്ങാറില്ലെങ്കിലും ഐനിക് 5 ഒക്കെ അത്യാവശ്യം ആൾക്കാർ വാങ്ങാറുണ്ട്. അതിൻ്റെ പ്രൈസും കുറവാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 45.95 വരെയാണ് മാക്സിമം പ്രൈസ് പോകുന്നത്. അതുപോലെ 23.84 നമ്മുടെ കോന EVയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐനിക് 5 CKD ആയിട്ട് വരുന്നതുകൊണ്ടാണ് EV6 കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. EV6 നമുക്ക് ഓൾ വീൽ ഡ്രൈവിലും അതുപോലെ റിയർ വീൽ ഡ്രൈവിലും വരുന്നുണ്ട്. ഐനിക് 5 ഇവിടെ ആകെ റിയർ വീൽ ഡ്രൈവിൽ മാത്രമേ വരുന്നുള്ളൂ, ഓൾ വീൽ ഡ്രൈവിൽ വരുന്നില്ല. പിന്നെ പുറത്ത് ഐനിക് 5N ഒക്കെ വരുന്നുണ്ട്, അതും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല. മാർച്ച് 2024 147 വാഹനങ്ങളുടെ സെയിൽസും ഹ്യുണ്ടായുടെ EVസിന് കിട്ടിയതായിരുന്നു. 62 വാഹനങ്ങളുടെ വ്യത്യാസവും 42.18% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് എന്തായാലും മന്ത് ഓൺ മന്ത് ബേസിൽ നമ്മുടെ ഹ്യുണ്ടായിക്കാണ്. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മെർസിഡീസ് ബെൻസ് ആണ്. മെർസിഡീസിൻ്റെ ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇവർക്കും അത്യാവശ്യം ഇലക്ട്രിക് വണ്ടികൾ വരുന്നുണ്ട്. BMW പോലെ തന്നെ 4 ഇലക്ട്രിക് വണ്ടികളാണ് വരുന്നത്. ഒന്ന് EQB ആണ്, അതാണ് ഇവരുടെ എൻട്രി ലെവൽ മോഡൽ. പിന്നെ EQE വരുന്നുണ്ട്, അതുപോലെ EQS വരുന്നുണ്ട്. EQSും അതുപോലെ EQS AMGയും വരുന്നുണ്ട്. ഇവരുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 74.5 lakhs നിന്നാണ്. ആൻഡ് മാക്സിമം 2.45 CR വരെയാണ് പ്രൈസ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 128 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏപ്രിലിൽ ലഭിച്ചത്. മാർച്ച് 2024 51 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 77 വാഹനങ്ങളുടെ ഗ്രോത്ത് ആണ് ഇവിടെ മെർസിഡീസിൽ കാണാൻ പറ്റുന്ന. 150.98% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത് മെർസിഡീസ് ബെൻസിന് തന്നെയാണ്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സിട്രോയിൻ ആണ്. സിട്രോയിൻ ഇന്ത്യയിൽ ആകെപ്പാടെ ഒരൊറ്റ വാഹനം മാത്രമേ വരുന്നുള്ളൂ, അതാണ് ഈ C3. ഇനിയിപ്പോൾ അവരുടെ C3 എയർക്രോസിൻ്റെ ഒക്കെ ഇലക്ട്രിക് വേർഷൻ വരുന്നുണ്ട്. പക്ഷേ എന്തായാലും താൽക്കാലികമായി ഒരെണ്ണമുള്ളൂ. അതിന് കഴിഞ്ഞ മാസം 128 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. മാർച്ചിൽ 178 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചായിരുന്നു. അതായത് 50 വണ്ടികളുടെ വ്യത്യാസവും 28.09% ഡീഗ്രോത്തും വന്നിട്ടുണ്ട്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. ഈ 3, 2 അങ്ങനെയൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പെർസെൻറ്റേജ് കണക്കിൽ നോക്കുകയാണെങ്കിൽ വന്നിട്ടുണ്ട്.
സിട്രോയിൻ്റെ സെയിൽസിൻ്റെ കാര്യം ഇന്ത്യയിൽ മൊത്തത്തിൽ കുറച്ച് മോശമാണ്. അവർ പെട്രോൾ വണ്ടി ഇറക്കിയിട്ടും ഇലക്ട്രിക് വണ്ടി ഇറക്കിയിട്ടും ഒന്നും അങ്ങനെ കാര്യമായിട്ട് അങ്ങോട്ട് സെയിലിൽ കയറുന്നില്ല. എനിവേ, ഇനി അടുത്തതായി നമ്മുടെ BYD ആണ് നിൽക്കുന്നത്. സോ ഫോർത്ത് പൊസിഷനിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന 138 വാഹനങ്ങളുടെ സെയിൽസാണ്. ഈ സിട്രോയിൻ്റെയും BYDയുടെ ഇലക്ട്രിക് വണ്ടികളും തമ്മിലുള്ള പ്രൈസിൻ്റെ ഡിഫറൻസ് നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്നാൽ പോലും സിട്രോയിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസ് BYDക്കാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. ഇനി മാർച്ച് മാസത്തിൽ നോക്കുകയാണെങ്കിൽ 137 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് ലഭിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജസ്റ്റ് ഒറ്റൊരു വാഹനത്തിൻ്റെ വ്യത്യാസം മാത്രമേ സെയിൽസിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വന്നിട്ടുള്ളൂ. 0.73% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. സംഭവം പറഞ്ഞു വരുമ്പോൾ വളരെ ചെറുതാണ്, എന്നാൽ പോലും അത്രയെങ്കിലും ഗ്രോത്ത് റേറ്റ് ഉണ്ടല്ലോ. ഇവർക്ക് ഇലക്ട്രിക് വണ്ടികൾ ഇന്ത്യയിൽ കിട്ടുന്ന E6ഉം അതുപോലെ അറ്റോ3യും പിന്നെ നമ്മുടെ BYD സീലുമാണ്. സീലി അടുത്തിറങ്ങിയതാണ്. സീൽ ആക്ച്വലി നല്ലൊരു വാഹനമാണ്. അതിൻ്റെ പ്രൈസിംഗ് ഒക്കെ അവർ അത്യാവശ്യം അഗ്രസീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ അറ്റോ3 ഒരിത്തിരി എന്താ പറയുന്നത്, അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും അതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും ഇഷ്ടപ്പെടില്ലെങ്കിലും സീൽ അത്യാവശ്യം നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ സ്പെക്കും ഫീച്ചേഴ്സും എല്ലാ സാധനങ്ങളും നല്ലതാണ്. സോ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 29.15 lakhs സ്റ്റാർട്ട് ചെയ്തിട്ട് 34.49 lakhs വരെയാണ് ഇവരുടെ സാധാരണ വണ്ടികളുടെ പ്രൈസ് പോകുന്നത്. സീലും കൂടെ കൂട്ടുകയാണെങ്കിൽ 51 lakhs വരെ പ്രൈസ് പോകും. ഇനി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 629 വാഹനങ്ങളുടെ സെയിൽസാണ് ഇലക്ട്രിക്കൽ കിട്ടിയത്. ആൻഡ് മാർച്ച് മാസത്തിൽ 661 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. വലിയ കുറ്റം പറയാനില്ല, 32 വാഹനങ്ങളുടെ വ്യത്യാസവും 4.84% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പിടിച്ചു പോകുന്നത് എന്ന് പറയാം. ഇവർക്ക് ആകെപ്പാടെ പറയാനും ആകെ XUV400 മാത്രമേ ഉള്ളല്ലോ ഇലക്ട്രിക് ആയിട്ട്. 15.5 lakhs തുടങ്ങി 19.4 lakhs വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ ഇഷ്ടം പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മഹീന്ദ്ര EVs വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പം മിക്ക വണ്ടികളുടെയും സെയിൽസ് കൂടുമായിരിക്കും. ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. ഈ ഇലക്ട്രിക് വണ്ടികളുടെ സ്പേസിൽ MG സാധാരണ പെട്രോൾ വണ്ടികളുടെ കേസിൽ നിൽക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ലൊരു സ്ഥാനം പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മാസവും 1203 വാഹനങ്ങളുടെ സെയിൽസ് ഇവർക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ 2 വണ്ടികളേ ഉള്ളൂ. ZS EV ഉണ്ട്, അതുപോലെ കൊമറ്റ് ഉണ്ട്. മാർച്ചിൽ നോക്കുകയാണെങ്കിലും 1131 വാഹനങ്ങളുടെ സെയിൽസ് ഇവർക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ 72 വാഹനങ്ങളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 6.37% ഗ്രോത്ത് റേറ്റും ഉണ്ട്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി MG ആണ് എന്ന് പറയാം. 6.99 lakhs നമ്മുടെ കൊമറ്റിന് തുടങ്ങി മാക്സിമം 25.08 lakhs വരെ ZS EVയിലാണ് ഇവരുടെ ഇലക്ട്രിക് റേഞ്ച് വന്ന് അവസാനിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ MGയുടെ ഇലക്ട്രിക് സ്പേസ് അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് പറയും ഇന്ത്യയിൽ. ഇനിയിപ്പോൾ പുതിയ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്, പുതിയ ക്ലൗഡ് EV ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇവർക്കും 4 EVs ആണ് വരുന്നത്. ഏറ്റവും എൻട്രി ലെവലായിട്ട് ടിയാഗോ EV, പിന്നെ നമ്മുടെ ടിഗോർ EV ഉണ്ട്, പിന്നെ പഞ്ച് EV, നെക്സോൺ EV. ഇതൊക്കെയാണ് ഇവരുടെ റേഞ്ച് വരുന്നത്. 7.99 lakhs ഏറ്റവും ലീസ്റ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 19.29 lakhs വരെ ഇതിൻ്റെയൊക്കെ പ്രൈസ് പോകുന്നുണ്ട്. കഴിഞ്ഞ മാസം 4956 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് ലഭിച്ചത്. പക്ഷേ മാർച്ചിൽ 7005 വാഹനങ്ങളുടെ സെയിൽസിന് ലഭിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ 2049 വാഹനങ്ങളുടെ വ്യത്യാസവും 29.25% ഡീഗ്രോത്ത് റേറ്റും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ് എന്നും പറയാം. പക്ഷേ എന്നാൽ പോലും നമ്മളിപ്പം ഈ ഒരു ഡീഗ്രോത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയുടെ ഓൾമോസ്റ്റ് 4 times കൂടുതൽ സെയിൽസാണ് ടാറ്റയ്ക്ക് കിട്ടുന്നത്. അതായത് ഈ പെട്രോൾ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ കാറ്റഗറിയിൽ നമ്മുടെ മാരുതി സുസുക്കിക്ക് കിട്ടുന്ന സെയിൽസ് പോലെയാണ് ഇലക്ട്രിക് സ്പേസിൽ ടാറ്റയ്ക്ക് കിട്ടുന്നത്. 7000 വണ്ടികൾ സെയിൽ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വളരെ നല്ലതാണ് എന്ന് തന്നെ പറയാം. ഇപ്പം കഴിഞ്ഞ മാസം ഒരു ഇത്തിരി താഴേക്ക് പോയി എന്നേ ഉള്ളൂ. പിന്നെ അധികം വൈകാതെ തന്നെ അവരുടെ ഹാരിയർ EVയും അതുപോലെ കർവ് EV അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അടുത്ത വർഷം അൾട്രോസ് EVയും വരും. അപ്പോൾ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.